ഇന്ന് ഞങ്ങൾ പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം 4 മണിക്കൂറോളം കുതിർക്കാനായി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ നന്നായി ഊറ്റിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു അരിപ്പയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും ഇനിയും പരിപ്പിൽ വെള്ളം ചേർക്കരുത്. അരയ്ക്കുന്നതിന് മുമ്പ് ഈ കുതിർത്തെടുത്ത പരിപ്പിൽ നിന്നും അല്പം പരിപ്പെടുത്ത് മാറ്റി വയ്ക്കണം. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ഇഞ്ചി, കറിവേപ്പില, ചെറുള്ളി, ചുമന്ന മുളക്, പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. പരിപ്പ് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായി അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരു 3-4 സെക്കൻഡ് അരച്ചതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. അരച്ചെടുത്ത പരിപ്പിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ അല്പം ഉപ്പ് ചേർത്തിരുന്നു. അങ്ങനെ ടോട്ടൽ 1.25 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനിയും എണ്ണ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം പരിപ്പ് വടയുടെ മിക്സ് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. എണ്ണ തിളച്ചോ എന്നറിയാൻ അല്പം മിക്സ് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്ത് നോക്കാം. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് വട ഒന്നൊന്നായി എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വടയുടെ ഒരു വശം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. തടി കൊണ്ടുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ അതുപയോഗിക്കുന്നതാണ് നല്ലത്. പരിപ്പ് വട വെന്തതിന് ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. പരിപ്പ് വട തയ്യാറാക്കുന്ന വിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.